നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. ഒരു പകല് മുഴുവനും ജീവിതത്തിൻ്റെ വിവിധ നിലയിലുള്ള അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അനേക പ്രതിസന്ധികളെ തരണം ചെയ്ത്, അനേക പ്രശ്നങ്ങളെ പരിഹരിച്ച്, വിവിധ നിലയിൽ നമ്മളൊരു പകലിനോട് യാത്ര പറഞ്ഞ് സന്ധ്യയിൽ വിശ്രമത്തിനായി നാം എത്തുന്നു. അടുത്ത ദിവസങ്ങളിലെ വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും വളരെ ആവേശത്തോടും കൂടെ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ ഉറക്കം അതിൻ്റെ അന്ത്യത്തിൽ എത്തി ഒരു പ്രഭാതം വരുമ്പോൾ ഉണരുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ 100% നമ്മൾ മരണത്തിന് കീഴ്പ്പെടുകയാണ്. ഇവിടെ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, 3-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. അപ്പോൾ വലിയ പ്രതീക്ഷകളോടെ മറ്റുള്ള ദിവസങ്ങൾ, വരും ദിവസങ്ങളിലേക്ക് വലിയ പ്രതീക്ഷകളോടെയാണ് ഒരു സന്ധ്യയിൽ നാം വിശ്രമത്തിനായി പോകുന്നത്. നാം കിടന്നുറങ്ങുന്നു. നാം കാലത്ത് എഴുന്നേൽക്കുവാൻ കഴിഞ്ഞാൽ നാം ഉറങ്ങിയ റൂമിൻ്റെയോ നാം ഉപയോഗിച്ച ലൈറ്റിൻ്റെയോ ഫാനിൻ്റെയോ AC-യുടെയോ നാം കിടന്ന കട്ടിലിൻ്റെ പ്രത്യേകതകൾ കൊണ്ടൊന്നുമല്ല ഒരു പ്രഭാതത്തിൽ നമുക്ക് ഉണരുവാൻ കഴിഞ്ഞത്. പലപ്പോഴും നമ്മളത് ചിന്തിക്കാറില്ല. നമ്മുടെ കഴിവ് കൊണ്ടോ മനസ്സമാധാനം കിട്ടിയെന്നോ എന്തെങ്കിലുമൊക്കെ ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ട് ഉറങ്ങിയെന്നോ ഒക്കെ പല വിധത്തിൽ നമുക്ക് പറയുവാൻ കഴിയും. എന്നാൽ ദൈവവചനത്തിലേക്ക് കടക്കുമ്പോഴാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. കിടന്നുറങ്ങി, സുഖകരമായ ഉറക്കം കിട്ടി, വളരെ സന്തോഷകരമായൊരു ഉറക്കം കിട്ടി. പക്ഷേ ഉണരുവാൻ കഴിഞ്ഞത്, പ്രഭാതത്തിൽ എഴുന്നേൽക്കുവാൻ കഴിഞ്ഞത് ഗാഠനിദ്ര കൊണ്ടോ സുഖനിദ്ര കൊണ്ടോ അല്ല. യഹോവ എന്നെ താങ്ങി, അതുകൊണ്ട് എനിക്കുണരുവാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു പ്രഭാതം, ഒരു പകല് നമുക്ക് വീണ്ടും ലഭിച്ചത് നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല. നമ്മൾ കിടന്ന റൂമിൻ്റെയോ കിടന്ന കട്ടിലിൻ്റെയോ ഒന്നും പ്രത്യേകതയല്ല. മറിച്ച് ദൈവത്തിൻ്റെ കരുതലാണ്. ദൈവം നമ്മെ താങ്ങിയത് കൊണ്ട്, ദൈവം നമ്മെ കരുതിയത് കൊണ്ട്, ദൈവം നമുക്കൊരു ദിവസം കൂടെ ദാനമായി തന്നു. അടുത്ത ദിവസം കൂടെ ദൈവം നമുക്ക് തരികയാണ്. ദൈവത്തിൻ്റെ കരുതൽ എത്ര വലുതാണ്. നാം അനേക വാർത്തകൾ കേൾക്കാറുണ്ട്. കിടന്നുറങ്ങി അനേകർക്ക് പ്രഭാതത്തിൽ ഉണരുവാൻ കഴിഞ്ഞില്ല. അനേകർ മരണത്തിന് കീഴ്പ്പെട്ടു. ഭക്തന്മാർ, നല്ലവർ, ശ്രേഷ്ഠന്മാർ, ഉന്നതന്മാർ, എടുത്തു പറയുവാൻ പല ഗുണഗണങ്ങളുള്ള അനേകരും ഉറങ്ങിയവർക്ക് പ്രഭാതത്തിൽ എഴുന്നേൽക്കുവാൻ കഴിഞ്ഞില്ല. അവർക്ക് മരണത്തിന് കീഴ്പ്പെടേണ്ടി വന്നു. നാം ഉണർന്നത് നമ്മുടെ കഴിവ് കൊണ്ടൊന്നുമല്ല, മിടുക്കമൊന്നുമല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ താങ്ങും. ദൈവം നമുക്കൊരു ദിവസം കൂടെ ദാനമായി തന്നതുകൊണ്ട്
ദൈവം നമ്മളോട് കരുണ കാണിച്ചതുകൊണ്ട് ആ ദൈവത്തോട് നന്ദിയുള്ളവരായി നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഒരു പകല് നമുക്ക് ലഭിക്കുമ്പോൾ, ഒരു ദിവസം കൂടെ നമുക്ക് ലഭിക്കുമ്പോൾ ഈ ചിന്ത നമുക്കുണ്ടാകട്ടെ, ഇത് ദൈവം തന്നതാണ്, ദാനമായി തന്നതാണ്. അത് നമുക്ക് സസൂക്ഷ്മതയോടെ ഉപയോഗിക്കാം, വളരെ കരുതലോട് ഉപയോഗിക്കാം. ദൈവം നമ്മെ